ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ നസ്രനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും കൂടപ്പിറപ്പുകളോടും അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാൻ സ്വർഗം എനിക്കും തരുന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എത്ര പേർ ഇന്ന് പകൽക്കാലം സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു. ദൈവിക സമാധാനം, ദൈവിക സന്തോഷം, ദൈവിക സ്നേഹം നമ്മുടെ അകത്ത് ഈ ദിവസങ്ങളിൽ അധികമായി വെളിപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും നാം കേൾക്കുന്ന അനുഗ്രഹത്തിന്റെ മെസ്സേജ് നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ചൈതന്യം കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും നിങ്ങളിലും എന്നിലും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പോകാം. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് നിങ്ങളും ഞാനും കടന്നു പോകുന്നുണ്ടെങ്കിൽ നിശ്ചയമായി എഴുതി വെച്ചോ. ആ പ്രതിസന്ധി ഒരിക്കലും അതൊരിക്കലും തകർന്നു പോകാനല്ല. ആ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരുന്നത് അനുഗ്രഹത്തിന് വേണ്ടിയാണ്. ഏതെങ്കിലും പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നവർ ഈ തുടക്ക സമയത്ത് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ. നിങ്ങളുടെ ജീവിതത്തിൽ ചില ദൈവിക അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങൾ ദൈവം കൊണ്ടുവരുന്നുവെന്ന് ഞാൻ ആത്മാവിൽ പ്രവചന ശബ്ദത്താൽ വിളിച്ചു പറയുകയാണ്. ദൈവം ഒരുവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, വിശുദ്ധിയിലും വേർപാടിലും നിർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അവനെ കൊണ്ട് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാൻ സാധിക്കും. ഒരു സാധാരണ കുഗ്രാമത്തിനകത്ത് ജനിച്ചു വളർന്ന എന്നെ ഏകദേശം 29 സംസ്ഥാനത്തിനകത്ത് 6500-ലധികം ഗ്രാമങ്ങൾക്കകത്ത് സ്വർഗം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ഏകദേശം 10-15 രാജ്യങ്ങൾക്കകത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം എന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും ഞാൻ ചിന്തിച്ചു കൂട്ടിയ വിധത്തിലല്ല ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചപ്പോൾ ദൈവത്തിന്റെ പാക്കേജിനകത്ത് നിൽക്കുവാൻ ഞാൻ തയ്യാറായപ്പോൾ ദൈവം എന്നോട് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ചില കലവറകൾ തുറക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകലിൽ ആത്മവിശ്വാസത്തോടു കൂടിയ ഓരോ മെസ്സേജും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. ആമേൻ. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി പറയുന്നു. ഇവിടെ ഇതാ വളരെ വ്യക്തമായി ഇരമ്യാവിനോട് ദൈവത്തിന്റെ ഒരു അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. 3 കാര്യങ്ങൾ അവിടെ ദൈവം അവനോട് പറയുന്നു. 1 എഴുന്നേൽക്കുക, 2 ചെല്ലുക, 3 കേൾക്കുക. ഈ 3 കാര്യങ്ങൾ അവൻ ചെയ്യുവാൻ ദൈവം ആരോട് ആജ്ഞാപിക്കുകയാണ്? ഇരമ്യാവിനോട് പറയുകയാണ്. ചില ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണമെങ്കിൽ ദൈവം പറയുന്ന ചില വാക്കുകൾ കേട്ടനുസരിക്കുവാൻ നാം തയ്യാറാകണം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഭക്തന്മാർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ തയ്യാറായി. ദൈവം പറഞ്ഞ കാര്യങ്ങൾ അവർ ഉറച്ചു നിന്നു. ഇവിടെ ഇതാ തുടക്കവാക്യത്തിൽ പറയുകയാണ്, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അപ്പൊ ദൈവത്തിന്റെ രാജ്യത്തിൽ എനിക്കൊന്ന് ശോഭിക്കണമെങ്കിൽ ഞാൻ 1 എഴുന്നേൽക്കണം, 2 ഞാൻ ചെല്ലണം, 3 ഞാൻ അവരോട് എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം ദൈവം പറയുന്നത് ഞാൻ കേൾക്കണം. ഈ 3 കാര്യങ്ങളും സുവിശേഷത്തിന്റെ ഒരു മുഖമുദ്രയാണ്. വടക്കേന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് പോകുവാൻ ആരും നമ്മെ നിർബന്ധിക്കുകയില്ല. നാം എഴുന്നേൽക്കണം, നാം ചെല്ലണം, അവിടെ ചെന്ന ഗ്രാമത്തോട് സുവിശേഷം അറിയിക്കണം. അത് അവർ കേൾക്കുമ്പോൾ അത് അനുഗ്രഹമായി തീരും. ഇവിടെ ഇതാ വിളിച്ചു പറയുന്നു, നീ എഴുന്നേൽക്കുക, നീ ചെല്ലുക, എന്റെ വചനങ്ങൾ അവിടെ വെച്ച് നിന്നെ ഞാൻ കേൾപ്പിക്കും. എന്താണ്? ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നീ എന്റെ കയ്യിലിരിക്കുക. ഇന്ന് പകൽക്കാലം കുശവന്റെ കയ്യിൽ പണിയപ്പെടുവാൻ ഏൽപ്പിക്കുന്ന ഒരു നല്ല കളിമണ്ണായി ഞാനും നിങ്ങൾ മാറപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ചില ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഏതൊക്കെ പ്രതിസന്ധി വന്നാലും, പ്രതികൂലം വന്നാലും, എത്ര വിധത്തിലുള്ള പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയുക, ഒരു കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് പോലെ നമ്മളൊന്ന് ഇരുന്നു കൊടുത്താൽ ആ കുശവൻ തക്ക സമയത്ത് നമ്മെ പണിയും, നമ്മെ അനുഗ്രഹിക്കും. അങ്ങനെ കുശവന്റെ കയ്യിലെ ഒരു നല്ല കളിമണ്ണായി ഇന്ന് പകൽക്കാലം മാറുവാൻ നിങ്ങളേവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you. കുശവന്റെ കയ്യിൽ ഇണങ്ങുന്ന ഒരു നല്ല പാത്രമായി നിങ്ങൾ മാറട്ടെ. ആമേൻ.